ഇനി ആ മുഖദ്ദിമ തുടങ്ങുകയാണ്. ഖൗലു സാഹിബിൽ മുഖദ്ദിമത്തി, ഈ കുത്തുബൈത്തിന്റെ മുന്നോടിയായി ഉണ്ടാക്കിയ ആ മുഖദ്ദിമയുടെ മുഖബറിയുടെ മുസന്നിഫ് പറയുന്നത് ഇലാ ഹദ്റത്തി ഷഫീഇന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്നാണല്ലോ. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇവിടെ തറക്കൽ ബസ്മലത്ത വൽ ഹംദലത്ത, മൂപ്പർ അങ്ങനെ പോവുകയാണ്. മുഖദ്ദിമക്ക് ബിസ്മിയില്ല, ഹംദുമില്ല. വൈറഹുമ ഹംദും ബിസ്മി അല്ലാത്ത മറ്റ് സലാത്തും സലാമും ഇല്ല. അതൊക്കെ മൂപ്പർ ഒഴിവാക്കിയത് ഫിൽ കിതാബത്തി, ഈ എഴുത്തിനതൊക്കെ ഒഴിവാക്കിയത് എന്താ? ഇഖ്തിസാർ, അത് ചുരുക്കം കിട്ടാൻ വേണ്ടി കാട്ടിയതാണ്. ചുരുക്കണം, അതാണ്. അപ്പൊ ആ ചുരുക്കിയത് കൊണ്ട് കളഞ്ഞതാണ്. അങ്ങനെ കളയാലോ. പിന്നെ ഹളറത്ത് എന്ന് പറഞ്ഞു. ഹളറത്ത് ഹാളിറാവുക, സന്നിഹിതരാവുക എന്നതിന് പിടിക്കപ്പെട്ടതാണ് ഹളറത്ത്. ഹുളൂർ എന്ന് പറഞ്ഞ ഷുഹൂദ്, അവിടെ സാക്ഷിയാവണം, സന്നിഹിതരാവണമെന്ന. യുഖാലു, അറബി ഭാഷയിൽ പറയപ്പെടാം, കല്ലം തൂബി ഹളറത്തി ഫുലാൻ, ഇന്നവന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തോട് എന്നാണ്. അതിനർത്ഥം മഷ്ഹദി, അദ്ദേഹത്തിന്റെ മഷ്ഹദിൽ വെച്ചുകൊണ്ട്, സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. തുത്ലഖു, ഈ ഹളറത്തി എന്നതിനെ അലാ കുല്ലി കബീരിൻ യഹ്ദുറു ഇൻദഹു നാസു, ജനങ്ങളെല്ലാവരും സന്നിഹിതരാകുന്ന വലിയ വലിയ ആൾക്കാരുണ്ടാവും. അത്തരം വലിയ വലിയ ആളുകളുടെ മേലൊക്കെ ഈ ഹളറത്ത് എന്ന് പറയപ്പെടാം. വലിയ മഹാന്മാരെ കുറിച്ചൊക്കെ ഹളറത്ത് എന്നൊക്കെ പറയാനാണ്. ഉദാഹരണമായി പറഞ്ഞ തഅമുറുക്കൽ ഹളറത്തുൽ ആലിയത്തു ബികദ, ഇന്ന കാര്യങ്ങളെ കൊണ്ട് വലിയതായ ഹളറത്ത് താനോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വലിയ ആളെ പേരാണ് ഈ ഹളറത്ത്. അങ്ങനെ പറയാം. എന്നാൽ ഇവിടെ ഒരു മുറാദ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതും വിവക്ഷിക്കപ്പെടുന്നതും എന്താ? അശഖ്സ്, ഒരു വ്യക്തി എന്നേ ഉള്ളൂ. ഹാദിറൻ കാന ഗായിബൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാവട്ടെ അസാന്നിധ്യമാവട്ടെ, സാന്നിധ്യമായാലും അസാന്നിധ്യമായാലും ഇവിടെ ഈ ഹളറത്ത് എന്നോട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമുള്ളൂ. അപ്പൊ എങ്ങനെയാവാം? പിന്നെ ഇലാ ഹളറത്തിന്റെ ജാറ് മജ്റൂർ, തെർക്കീവ് എന്ന് പറയട്ടെ. വൽ ജാറു വൽ മജ്റൂറും, ഇലാ ഹളറത്തിന് ഇല ജാറാണ്, ഹളറത്ത് മജ്റൂറാണ്. ഇത് ജാറ് മജ്റൂർ മുതഅല്ലിഖൻ, അതിന്റെ ബന്ധം ബിമഹദൂഫിൻ, കളയപ്പെട്ടതുമായിട്ടാണ് അതിന്റെ ബന്ധമുള്ളത്. ഏതാ കളയപ്പെട്ട? ഇസ്മ മുഹദാത്തുൻ എന്നാണ്. അപ്പോ നമ്മുടെ ഷഫീ ആയ മുഹമ്മദിന്റെ തങ്ങളുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യപ്പെടുകയാണ് എന്നായി. അപ്പൊ അതായിരിക്കും ഖബർ. അപ്പൊ ഖൗലുഹു, സാഹിബുൽ മുഖദ്ദിമന്റെ വാക്ക് അൽ ഫാത്തിഹത്തു എന്ന് പറഞ്ഞ വാക്ക് തെർക്കീബ് എന്താ? മുബ്തദഉ മുഅഖറൻ, മുബ്തദ മുഅഖറാണ്. അപ്പൊ അൽ ഫാത്തിഹത്തു മുബ്തദ മുഅഖർ, ഖബർ മുഖദ്ദം, ഇലാ ഹളറത്തി എന്ന് പറയുന്ന ജാറ് മജ്റൂറിന്റെ മഹദൂഫായ മുഹദാത്ത്. ഇങ്ങനെയാണ് ഇനി ചർച്ച. ഇലാ ഹളറത്തി ഷഫീഇന മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് വാവ് കൊടുക്കാതെ സുമ്മയില അറവായിൽ അംബിയ എന്ന് കാണാം. പിന്നെ സുമ്മട്ട് പറഞ്ഞിരിക്കുന്നത് ആ സുമ്മയില അറവായിൽ അംബിയ എന്ന് പറയുന്നിടത്ത് ഒഫി നുസ്ഖത്തി ബഅലി മശായിഖിന ഹുന, നമ്മുടെ ചില മശായിഖന്മാർ എഴുതിയ കോപ്പികളിൽ ഈ പറഞ്ഞിടത്ത് കാണുക. വഫീമ ബഅദു, ഇതിന്റെ ശേഷമുള്ളതിലും ഇതിലൊക്കെ കാണുന്നത് ഇസ്നാഹു സുമ്മ ബിൽ വാവ്, സുമ്മയെ വാവ് കൊണ്ട് നന്നാക്കലാണ്. അപ്പൊ സുമ്മ കളഞ്ഞ് വാവ് കൊണ്ടുപോ ഇല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇല വാസ്തവത്തിൽ വാവ് ഫാ സുമ്മ എന്നൊക്കെ പറഞ്ഞാല് അസഫിനുള്ള അർത്ഥം തന്നെയാണ്. തെർത്തീബുള്ളതാണ്, അത് ഇത്തിസാല് വേഗം വേഗം വരാണ്, ഉടനെ ഉടനെ വരണം, വെഴുകനില്ല. സുമ്മ തെർത്തീബുള്ളത് തന്നെയാണ്. ആരോട് പറഞ്ഞ് പിന്നെ ബാക്കിൽ ക്രമീകരിച്ചുകൊണ്ട് തന്നെ സുമ്മയുള്ളത്. പക്ഷെ മാറ്റം എന്താണ്? ഇത്തിസാലാണ്. അത് തേഖീറോട് കൂടെയാണ് സുമ്മ വരിക. ഇനി വേറൊന്ന് അതിന്റെ ഷറയിൽ പറയുന്നു, സുമ്മക്ക് കുഴപ്പമൊന്നുമില്ല, തെർത്തീബ് തേഖീറോട് കൂടെ തെർത്തീബിനാണ് സുമ്മ വരുന്നത് എങ്കിലും സുമ്മ വാവിന്റെ അർത്ഥത്തിന് വരും. അവിടെ സുമ്മ ഇലാ അർബ എന്ന വാവിന്റെ അർത്ഥത്തിന് കൂട്ടിയാൽ മതി.
ഈ സുമ്മ ഒഴിവാക്കി വാവ് കൊടുത്തിട്ടും അങ്ങനെയുമുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം വാവുകളുള്ള ആറ്റമെന്താ മുത്തലക്ക് ജമ്മിനുള്ളതാണ് ബാവ്. മഴത്തും മഴത്തൂക്കാരുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടുക വിധിയില്. അവിടെ തെർത്തീബ് എന്നോ അല്ലെങ്കിൽ മയ്യത്തെന്നോ ഒന്നുമില്ല, ക്രമപ്രകാരം. അപ്പൊ ഇവിടെ ഫാത്തിഹ വിളിക്കുന്ന വിഷയത്തിൽ ഇവിടെ എല്ലാവരിലേക്കും എന്താവുക, ഒരു ക്രമീകരണം ഉണ്ടാക്കുക. അത് തെർത്തീബ് കൊടുത്തിട്ട് ക്രമീകരണമല്ല, കൂടെ അർത്ഥമൊന്നുമില്ല. ഫാത്തിഹ കിട്ടുക എന്ന വിധിയിൽ മഴത്തൂക്കാരുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടാനുള്ളതാണ് വാവുകൾ. അവിടെ ആവർത്തിച്ച് നോക്കപ്പെടട്ടെ, മനസ്സിലാക്കപ്പെടും. പിന്നെ പറയാനുള്ളത് സുമ്മ. അപ്പൊ അങ്ങനെയാണ് സുമ്മനെ കുറിച്ചിട്ടും വാവിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പൊ വാവിന്റെ അർത്ഥത്തിൽ വെച്ചോളി, കുഴപ്പമില്ലല്ലോ. ഇനി മാത്രമല്ല, സുമ്മ എടുത്താൽ തന്നെ വാറയുണ്ടല്ലോ, സ്റ്റാൻഡേർഡിൽ ഉയർന്നു നിൽക്കുന്ന നബിയാണ്. അപ്പൊ അത്തരം സ്റ്റാൻഡേർഡുകളിലേക്ക് സ്കൂളിലെ മറ്റു പ്രവാചകന്മാരാരും അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ സുമ്മ ഉപയോഗിക്കാറ്. സുമ്മറായിത്തു ഷാരി പറയാണ് ഈ ബാബിൽ ജനായിദി ഫത്താവൽ കുബ്ര ഇബ്നു ഹജർ. ഇബ്നു ഹജർ തങ്ങൾക്കുള്ള കിതാബുള്ള ഫത്താവൽ കുബ്ര. ആ ഫത്താവൽ കുബ്രയില് ജനായിസ് എന്ന് പറയുന്ന അധ്യായമുണ്ട്. ആ അധ്യായം മറിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടു, ചോദ്യമാണ് സുഇല അൻ കൈഫിയത്തി തസദ്ദുഖ് ബി സവാബിൽ ഖിറാഅത്ത്. ഇവിടെ ഫാത്തിഹ വിളിച്ചിട്ട് സവാബിനെ ഈ പറയപ്പെട്ട ആളുടെ ഹദ്റത്തിലേക്ക് ഹജ്ജ് ചെയ്യുകയാണല്ലോ. ഈ ഓത്തിന്റെ സവാബ് കൊണ്ട് ധർമ്മം ചെയ്യുക, ദാനം ചെയ്യുക, അതിന്റെ രൂപം എങ്ങനെയാണ് എന്നാണ് ചോദിക്കപ്പെടുന്നത്. ഹൽ യകൂനു ദാലിക, അത് ഉണ്ടാവുക അല തെർത്തീബി, അത് ക്രമപ്രകാരമാണോ ഉണ്ടാവുക? ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ യഖൂല, ഈ ഫാത്തിഹ ഓതിയ ആള് പറയും പോലെ അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതുഹു ഇലാ റൂഹി ഫുലാൻ സുമ്മ ഇലാ റൂഹി ഫുലാൻ സുമ്മ ഇലാ റൂഹി ഫുലാൻ എന്നിങ്ങനെ ക്രമപ്രകാരമാക്കിയിട്ടാണോ ഈ ഓദ്യതിന്റെ സവാബിനെ ധർമ്മം ചെയ്യുക? അതിന് അങ്ങനെയാണോ? അതല്ല അവരെ തെശരീക്കി മൊത്തത്തിൽ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് കൂറാക്കിക്കൊണ്ടാണോ? അതിന്റെ ഉദാഹരണം ഔസിലി സവാബഹു ഇലാ റൂഹി ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ അങ്ങനെ പോവുക. ഇങ്ങനെ വാവ് കൊണ്ട് സുമ്മ കൊണ്ട് ഇടുമ്പോൾ ക്രമപ്രകാരം, വാവ് കൊണ്ടാവുമ്പോൾ തെശരീക്ക് ഉണ്ടാവും. ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിലാണ് ഒരാൾ ഓതിയിട്ട് അതിന്റെ സവാബിനെ ധർമ്മം ചെയ്യുന്ന രൂപം എങ്ങനെ? ഇതാണ് ചോദ്യം. ഔഹുമാ ചെയ്യാനി, അല്ലെങ്കിൽ തെർത്തീവും തെശരീക്കും ഇത് രണ്ടും സമമാണോ? എന്താണ് ഇതിനൊരു ഉത്തരം പറയാനുള്ളത് എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി. ഫഅജാബ, അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ മറുപടി കൊടുത്തു. ബിഖൗലിഹി, തന്റെ വാക്കുകൊണ്ട്. എന്താണ്? ഈസാലു ഐനി സവാബി മാ ഖറഅഹു ഇലാ ഗൈറു മുറാദിൻ. ഒരു വ്യക്തി ആർക്ക് വേണ്ടിയിട്ടാണോ ഫാത്തിഹ ഓതപ്പെട്ടതെങ്കിൽ ആ വ്യക്തിയിലേക്ക് ഈ വ്യക്തി ഓതിയ സൂറത്തിന്റെ സവാബിന്റെ ഐനെ ചേർക്കുക എന്നത് ഇവിടെ ഉദ്ദേശമല്ല. അയാൾ ഓതിയ സവാബ് അത് അയാൾക്കുള്ള തന്നെ, അതേ സവാബ് മറ്റിലേക്ക് ചേർത്തി കൊടുക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശം. അപ്പോ ഇന്നമൽ മുറാദ്, പിന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്? അദ്ദുആ, പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? ബി അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല യതഫല്ലലു, അല്ലാഹു ഔദാര്യം നൽകുന്നവനാണ്. യൂസിലു മിസ്ലഹു ഇലൽ മദ്ഊബി ലഹു, ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കപ്പെടുന്നതെങ്കിൽ അയാളിലേക്ക് ഇയാൾ ഓതിയ സവാബല്ലാതെ സവാബ് പോലത്ത് ചേർക്കുന്നവനാണ് അല്ലാഹ്. എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇലാ ഹദറത്ത് നബീന ഷഫീന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഏത് ഹദറത്തെടുത്താലും ഈ ഹദറത്തിലേക്ക് എന്ന് പറഞ്ഞു ഓതുന്നതാണ് വ്യക്തിയുടെ ഉദ്ദേശം. അയാൾ ആ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ മഹാനിലേക്ക് ഇയാൾ ഓതിയ സവാബിന്റെ മിസിൽ എത്തിക്കുവാനും അവരിലേക്ക് അല്ലാഹു തആല ഔദാര്യം ചെയ്യട്ടെ എന്നാണ് ഇതിന്റെ ആകെ ഉദ്ദേശം. അല്ല ഇയാൾ ഓതിയതായിരിക്കുന്ന സവാബിന്റെ ഐഡി കൊടുക്കലല്ല, അത് ചേർക്കലല്ല ഉദ്ദേശം.
അങ്ങനെ വരുമ്പോൾ ലഫ്ളത്തുൽ മിസിൽ, അപ്പൊ അല്ലാഹുമ്മ ഔസിൽ മിസില സവാബ് മിസിൽ കൂട്ടും. അപ്പൊ മിസിൽ എന്ന് പറയുന്ന പദം ഈ സ്വർണക ബിഹ, ആ മിസിൽ എന്ന് പറയുന്ന പദം വ്യക്തമാക്കി പറയുകയാണ് എങ്കിൽ ഫവാല്, അപ്പൊ കാര്യം വ്യക്തമായല്ലോ. ഇയാളുടെ ഖിറാഅത്തിന്റെ സവാബിന്റെ മിസിലാണ്, സവാബിന്റെ ഐനല്ല, ഇത് വ്യക്തമായി. അപ്പൊ ഇല്ല, ഇനി അങ്ങനെയല്ല നോക്കുക. ഇത് മിസിൽ എന്നുള്ള പദം വ്യക്തമായി പറഞ്ഞില്ല. ഇലാ ഹദറത്ത് അല്ലാഹുമ്മ ഔസിൽ ഇലാ ഹദറത്ത് മിസിലില്ല. അപ്പൊ അല്ലാഹുമ്മ ഔസിൽ സവാബമാ ഖറഅതു എന്ന് പറയുന്ന മിസിൽ കളഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഫഹിയ മുറാദത്ത്. അപ്പൊ അവിടെ ഉദ്ദേശം എന്താണ്? ആ മിസിൽ എന്നുള്ള ലഫ്ളാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടർത്ഥമാണ് വരാനുള്ളത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ്, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതാണ് ഉദ്ദേശം എന്നതാണ് അവിടെ ഉള്ളത്. വൈദാ തഖററ ദാലിക, നമ്മൾ ഈ പറഞ്ഞ വിഷയം ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തലഹ, കാര്യം വ്യക്തമായല്ലോ. എന്താ വ്യക്തമായത്? അന്നോ നിശ്ചയമാണ് കാര്യം. ലാ ഫർഖ ബൈന അൻ യഅതിയ ബിൽ മദ്ഊബി ലഹും മറതൈനി ഔ മജ്മൂഅൈനി ബിൽ അത്ഫി ബിൽ വാവി ഔ ബിദൂനിഹി. ആർക്ക് വേണ്ടിയാണോ ദ്വാരക്കപ്പെടുന്നെങ്കിൽ ആ ദ്വാരക്കപ്പെടുന്ന ആളുകളെ രണ്ടാക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ രണ്ടും കൂട്ടി ഒരുമിച്ച് കൊണ്ടുവരിക. അങ്ങനെ രണ്ടാക്കല് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരില്ല. അത്തഫ് കൊണ്ട്, വാവുള്ള അത്തഫ്, അല്ലെങ്കിൽ വാവില്ലാതെ മറ്റ് അത്തഫും ഇതുപോലെയുള്ളത് കൊണ്ടൊക്കെ അത്തഫ് ചെയ്തിട്ട് കൊണ്ടുവരിക എന്ന കാര്യം വ്യത്യാസമൊന്നുമില്ല. കാരണം മിസിലെത്തിച്ചു കൊടുക്കുക തന്നെ, അതെല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പൊ എന്തായി? ഉദാഹരണമായി പറയാം, മുസ്ലിമീന അല്ലെങ്കിൽ അവൽ അഷ്റാർ എന്നിങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ആക്കുമ്പോൾ അവിടെ ഉദ്ദേശം എന്തായി? മിസിലാണ് ഉദ്ദേശം. അയാൾ ഓതിയ ആ സവാബിന്റെ അയിനല്ല എന്നല്ല. അലാ തറ, അനക്ക് മനസ്സിലാക്കിക്കൂടെ, കണ്ടൂടെ? എന്ത്? അന്നക്കലോ കൊൽത്ത, വിഷയം നീ പറയുകയാണ് എങ്കിൽ എന്താ നീ പറയാ? അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാനി വ ഫുലാനി ഔ ലി ഫുലാനി സുമ്മ ഫുലാനി ഔ ലിൽ മുസ്ലിമീന. ഇങ്ങനെയൊക്കെ ആവുമല്ലോ. ഒരു വ്യക്തി ആവുകൊണ്ട് അത്തഫ് ചെയ്തിട്ട് ഫുലാനി വ ഫുലാനി എന്ന് പറഞ്ഞു. അല്ലെങ്കിലോ ഔലി ഫുലാനി സുമ്മ കൊണ്ട് അത്തഫ് സുമ്മ ഫുലാനി പറഞ്ഞു. അല്ലെങ്കിൽ മുസ്ലിമീന എന്ന് പറഞ്ഞു ജമ്മാക്കിയിട്ടോ സുമ്മ കൊണ്ടോ വാവ് കൊണ്ടോ അത്തഫ കൂറാക്കിയിട്ടോ ഈ രൂപത്തിലൊക്കെ അല്ലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശം? കുൻത, താങ്കളായല്ലോ ദായൻ, താങ്കൾ പ്രാർത്ഥിക്കുന്ന ആളായി മാറി. അപ്പൊ അദ്ദിയല്ലി സുന്നത്തി ദുആഇൽ ഖാസി അവിൽ ആമിൽ കുല്ലി, ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും പൊതുവെയായിട്ടും പ്രത്യേകമായിട്ടുള്ളതായിരിക്കുന്ന എന്തെല്ലാം പ്രാർത്ഥനയുണ്ടോ അത്തരം പ്രാർത്ഥനയുടെ ആ ഒരു സുന്നത്തിനെ, ആ ഒരു ചര്യയെ നീ എന്താക്കി വീട്ടിയ ആളാവുകയും ചെയ്യുമല്ലോ. അപ്പൊ സുമ്മ കൊണ്ടോ വാവ് കൊണ്ടോ അത്തവിട്ടത് പ്രശ്നമാക്കണ്ട എന്നതിന്റെ അർത്ഥം. നീ പറയട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് മാൻ പറയുന്നു, നഅം, എങ്കിലും ഫിന്നഫ്സി, നഫ്സിന്റെ കാര്യത്തിൽ എന്താണ്? തവഖുഫാണ്. തെർത്തീബ് കൊണ്ട് കൊണ്ടുവരിക എന്ന കാര്യത്തെ തൊട്ട് ഇവിടെ നഫ്സ് എന്താണോ അത് മൗനത്തിലാണ്. അത് വ്യക്തമായി പറയുന്ന ഒന്നുമില്ല. എന്താ കാരണം? അന്ന ഫീഹി, ഈ തെർത്തീബിലുണ്ടല്ലോ പ്രാർത്ഥനയിൽ ഒരു തഹക്കുമാവുക, ഒരു വിധി ഉറപ്പിക്കുക എന്നൊരു ഇനം അതിലുണ്ടല്ലോ. അതുകൊണ്ട് തവക്കുമാകലാണല്ലോ. പയമ്പറി, അപ്പോൾ അത്യാവശ്യമാണ് എന്ത്? അന്നഹു ഖിലാഫുൽ അദബ്, അപ്പൊ എന്താണ്? അദബിന് നേരെ എതിരായിട്ട് വരുമല്ലോ. മട്ടം അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. കാരണം ഇതില്ലായത്തുബിൽ അദബ്, മര്യാദയോട് യോജിച്ചത് അയ്യുഫില്ല വഖത്തഇതാഇൽ മത്ലൂബിൽ ഗൈരി ഇലാ മശീഅത്തില്ലാഹി തആല, തേടപ്പെടുന്ന സമയത്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണമെന്ന് തേടുകയാണല്ലോ. ആ കൊടുക്കലിനെ മത്ലൂബായ കാര്യം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ വേണ്ടി തേടുന്ന ആ സമയത്ത് അള്ളാന്റെ മശീയത്തിലേക്ക് അവിടെ എന്താക്കലാണ്? ഏൽപ്പിക്കുക എന്നുള്ളതല്ലേ മര്യാദ. അതാണ് മര്യാദ. ആ മര്യാദക്ക് എതിരല്ലേ
ഇവിടെ തെർത്തീബ് കൊണ്ട് കൊണ്ടുവരുമ്പോ അവിടെ തവക്കുഫാകുമ്പോ ആ തവക്കുഫില് ഒരു പ്രാർത്ഥന ഒരു താക്കുമായി നിൽക്കുന്നു, ഉറപ്പിച്ചു നിൽക്കുകയാണ്, അള്ളാഹുവിനും കൊടുക്കാതെ. എത്തിക്കുന്നതിന് അള്ളയാണല്ലോ. അമ്മത്തൻഷീസു അപ്പൊ നസ്സാക്കി പറയൽ എങ്ങനെ? അനാ തൊലബി അന്ന എഴുത്ത ഫുലാൻ കബില ഫുലാൻ ഫുലാൻ കബില ഫുലാൻ എന്ന് ഇങ്ങനെ ഓരോ പേരെടുത്തുകൊണ്ട് പറയാ കൊടുക്കാറ്. അങ്ങനെ കൊടുക്കലിനെ തേടുമ്പോ വ്യക്തമാക്കി തേടല്. അഫീഹി അവിടെ തവക്കുഫാകുമ്പോ വ്യക്തമായിട്ടില്ല, അവിടെ തവക്കുഫ് അല്ലപ്പോ വ്യക്തമാക്കുകയാണ്. ഇങ്ങനെ വ്യക്തമാക്കുന്നതിനുണ്ട് നോക്കില്ലെത്തി അതിൽ കുഴപ്പമൊന്നുമില്ല, ഒരു മര്യാദ കുറവുണ്ട് അവിടെ. മറ്റേ തഴക്കുമായിരുന്നു, ഇവിടെ മര്യാദ കുറവാണ്. കമാലായഫ അത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുമല്ലോ, അത് നിഗൂഢൊന്നുമല്ലല്ലോ. അപ്പൊ ഫൈൻ കൊടുത്ത നീ ചോദിക്കുകയാണെങ്കിൽ ലാഹിറു ഖൗലി വയഖുർബു സായിറുഹു മിൻഹു കഖുർബിഹി മിൻഹു ഹയ്യൻ. ഒരു കാര്യപ്പെട്ട മഹാൻ മരിച്ചു, അല്ലെങ്കിൽ പിതാവാവട്ടെ ആരാവട്ടെ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് ഹയാത്ത് കാലത്ത് അയാളോട് എങ്ങനെയായിരുന്നു ഇപ്പോൾ സിയാർത്ത് ചെയ്യാൻ പോകുന്നതാണ് അടുപ്പം, അതുപോലെ ആയിരിക്കണം മരണശേഷവും ഈ സിയാർത്ത് ചെയ്യുന്ന അടുക്കണം എന്ന് കാണുന്നുണ്ടല്ലോ. അതിന്റെ ധ്വനി എന്താണ്? അതിന് മനസ്സിലാവണം എന്താണ്? അന്നഹു യുആമിറു ബിമാ കാന യുആമിറു ബിഹി ലൗ കാന ഹയ്യൻ. ജീവിച്ചിരിക്കുമ്പോൾ ഈ മഹാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ സായിർ ഈ മഹാനുമായിട്ട് എങ്ങനെയായിരുന്നു പെരുമാറിയത്, ഇടപെട്ടിരുന്നത്, അതേപോലെ തന്നെ മരിച്ചതിന് ശേഷം ഇടപെടണമെന്നല്ലേ മനസ്സിലാക്കുന്നത്. ഏതുപോലെയൊക്കെ സിയാറത്ത്. അപ്പൊ സിയാറത്ത് ചെയ്യുമ്പോ മറ്റുള്ളവർ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരെക്കാളേറെയൊക്കെ മുന്തിക്കേണ്ടത് ഇദ്ദേഹത്തല്ലേ. അപ്പൊ നമ്മളെന്തായി വണ്ടൂരെ മഹാന്മാരൊക്കെ ചെന്ന് ഉസ്താദ്മാരൊക്കെ ചെല്ലുമ്പോ നമ്മളവിടെ കാര്യപ്പെട്ട ആൾക്കാരാണ് ഓല് സിയാർത്ത് ചെയ്തിട്ടല്ല ബാക്കിയുള്ള സിയാർത്ത് ചെയ്യാം. ഓല് ഹയാത്ത് കാലത്തുണ്ടെങ്കിൽ ഓലെ ആദ്യം മുന്തിക്കുക. ഇതുപോലൊക്കെയാണല്ലോ ഇൻകാലു അലൈഹി വിലാദത്തുൻ ഔ മശീഖത്തുൻ ഔ നഹ്വുഹുമാ. അധികാരം അല്ലെങ്കിൽ ഷെയ്ഖിയത്ത് അല്ലെങ്കിൽ ഉസ്താദിയത്ത് ഇതുപോലെ സംഗതി ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് മറ്റുള്ളവരെക്കാളൊക്കെ ഉസ്താദിനെയോ അല്ലെങ്കിൽ ഷെയ്ഖിനെയോ അല്ലെ മുന്തിക്കാറ്. അതുപോലെ തന്നെയല്ലേ മരണശേഷവും വേണ്ടത് എന്നാണ് വരുന്നത്. വൈദാ സുന്ന ദാലിക അങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ടെങ്കിൽ ഫൽ യുസന്ന തഖ്ദീമുഹു ബിദ്ദുആഇ അലാ ഗൈരിഹി. മറ്റുള്ളവരെക്കാളൊക്കെ പ്രാർത്ഥനയിൽ ഈ പറയുന്ന ആളെ തന്നെയല്ലേ മുന്തിക്ക സുന്നത്ത്, അങ്ങനെ വരട്ടെ എന്നല്ലേ വരിക. അതാണ് നിന്റെ ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പറയാം. എന്താണ് ഉത്തരം?